സുവിശേഷം പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. മറിയത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ അന്വർത്ഥമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഹൃദയം ശുദ്ധമായിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തുള്ളൂ. മറിയത്തെ നോക്കുക. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ മറിയം അതിന് സമ്മതം മൂടുന്നുണ്ട്. അത് മറിയം ആഗ്രഹിച്ച ഒരു ദൈവമല്ല, മറിച്ച് ദൈവം ആഗ്രഹിച്ച ഒരു മറിയമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതികളെ തൻ്റെ ജീവിതത്തിന് അനുവർത്തിതമാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഹൃദയം മറിയത്തിന് സ്വന്തമായിരുന്നു, അല്ലെങ്കിൽ മറിയം സ്വന്തമാക്കിയിരുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. മറിയം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായിട്ടുള്ള ചിന്ത ഈ ഒരു ഹൃദയ ചിന്തയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെടിപ്പുള്ളൊരു ഹൃദയം ദൈവത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. ദൈവം വിശുദ്ധമായ ഹൃദയങ്ങളിലൂടെയാണ് തൻ്റെ പദ്ധതികൾ നിവർത്തിതമാക്കുന്നത്. ഹൃദയം വെടിപ്പായാലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവം നയിക്കുന്ന വഴിയിലൂടെ നടക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെയാണ് വചനം ആവർത്തിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർക്ക് എല്ലായിടത്തും എല്ലാത്തിലും ദൈവത്തെ കാണാൻ പറ്റും. തീർച്ചയായും മറിയം നമുക്ക് പകർത്തി നൽകുന്ന ആ വലിയ ചിന്ത അത് തന്നെയാണ്. മറിയം എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഈശോയുണ്ട്. നമ്മളോടത്തെല്ലാം ഈശോയുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാവട്ടെ.